എത്ര ഒരു ഫിനാൻസ് ഒക്കെ വേണം? നമുക്കൊരു +2 കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി പുറത്തു പോകുന്ന എല്ലാ എലിജിബിലിറ്റീസും ഉണ്ടെങ്കിലും ഫിനാൻസ് എങ്ങനെയായിരിക്കണം? ലൈക്ക് ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കണം? ഇതിൽ ഏറ്റവും ഈസിയറായിട്ടും ഏറ്റവും എളുപ്പം അഡ്മിഷൻ കിട്ടാവുന്നതും നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ട്യൂഷൻ ഫീസ് സ്ട്രക്ചർ ഉള്ളത് നോക്കുകയാണെങ്കിൽ കാനഡ തന്നെയാണ്. കാനഡയിലാണെങ്കിൽ ഒരു ആവറേജ് ട്യൂഷൻ ഫീസ് ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പോകുകയാണെങ്കിൽ +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഈവൻ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റ് ഒരു PG പ്രോഗ്രാമിന് പോകുകയാണെങ്കിലും ആനുവലി ഒരു 10 to 11 lakhs ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. ദെൻ അവർക്ക് ഫുഡിനും അക്കോമഡേഷനും വേണ്ടിയിട്ട് ഒരു അനദർ 12 lakhs കൂടെ അവരുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊരു 22 lakhs ഫണ്ട് അത് ഒന്നുകിൽ സ്വന്തം പൈസയോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ മുഖാന്തരമോ ഇത്രയും പൈസ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാനഡ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവർക്ക് തുടങ്ങാൻ പറ്റും. ഫസ്റ്റ് ഇയറിലെ ട്യൂഷൻ ഫീസും വരും അതിനകത്ത് ഒരു 10 to 11 lakhs, ഒരു 12 lakhs ഫുഡിനും അക്കോമഡേഷൻ. പക്ഷേ ഫുഡിനും അക്കോമഡേഷനുള്ള ഫണ്ട് അവർക്ക് അവിടെ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ടായിട്ട് കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ലീഗൽ പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും സ്റ്റുഡൻസ് എല്ലാവരും ചെന്ന് കഴിഞ്ഞാൽ ഒരു 1 monthനുള്ളിൽ തന്നെ അവർ ഒന്നുകിൽ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ ക്യാമ്പസിന് വെളിയിലോ പാർട്ട് ടൈം വർക്കുകൾ ചെയ്ത് തുടങ്ങും. അപ്പോഴും പല ആൾക്കാരും നെറ്റി വിളിക്കും പാർട്ട് ടൈം വർക്ക് എൻ്റെ കുട്ടി ചെയ്യണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട്. പക്ഷേ പാർട്ട് ടൈം വർക്ക് ചെയ്യണം. പാർട്ട് ടൈം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളുടെ ഇംഗ്ലീഷോ രീതികളോ ഒന്നുമല്ല കാനഡയ്ക്കാണെങ്കിലും US-നാണെങ്കിലും UK ആണെങ്കിലും. അപ്പോൾ അവിടെ ഒരു പാർട്ട് ടൈം വർക്കിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷും അവരുടെ ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും പിന്നെ ആ ഒരു കൾച്ചറിൽ നാളെ ഒരു കോഴ്സ് ചെയ്തിട്ട് ഫുൾ ടൈമായിട്ട് നമ്മളൊരു എംപ്ലോയ്മെൻറ്റിലേക്ക് ആ സൊസൈറ്റിയിലുള്ളൊരു എംപ്ലോയറുടെ കൂടെയാണ് പോകേണ്ടത്. അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഈ പാർട്ട് ടൈം വർക്കിൽ കൊടുക്കുന്നത്. അതായത് ക്ലാസ് റൂമിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു ലോകമല്ല അതിൻ്റെ പുറത്തുള്ളൊരു ലോകം ആ രാജ്യത്ത്. അത് മനസ്സിലാക്കാനായിട്ട് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരം. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർ ഫുഡിനും അക്കോമഡേഷനും കൊണ്ടുപോയ പൈസ പലപ്പോഴും അവരെ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പകരം പാർട്ട് ടൈമിൽ കൂടി ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് തന്നെ ഒരു ഫുഡും അക്കോമഡേഷനും ഏറെക്കുറെ കവർ ചെയ്യും. അപ്പോൾ ഇവർക്ക് ഈ പൈസ അടുത്ത വർഷത്തെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് കാനഡയുടെ കേസിൽ. US-ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസിന് വേരിയേഷനുണ്ട്. എന്ന് പറഞ്ഞാൽ തുടക്കം ഒരു ആനുവൽ ട്യൂഷൻ ഫീസ് ഒരു 8 ലക്ഷം തൊട്ട് ഒരു വർഷത്തെ ഫീസ് 45 ലക്ഷം രൂപ വരെ ട്യൂഷൻ ഫീസ് വരുന്ന ക്യാമ്പസുകളൊക്കെയാണ്. ഇപ്പം ഞാൻ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഹെവി ഫീസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പസുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ക്യാമ്പസുകൾ നോക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവരുടെ അഫോർഡബിലിറ്റിക്ക് അനുസൃതമായിട്ടുള്ള ക്യാമ്പസുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല യൂണിവേഴ്സിറ്റീസ് അങ്ങനെയുണ്ട്. പിന്നെ ഓസ്ട്രേലിയയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആനുവൽ ട്യൂഷൻ ഫീസ് ഒരു 14 lakhs മുതൽ ഒരു 18 lakhs വരെ വരാം. ഫുഡും അക്കോമഡേഷനും ഫണ്ട് വേറെ വേണം. UK-യുടെ കേസാണെങ്കിൽ ഒരു 12 lakhs മുതൽ ഒരു 16 lakhs വരെയൊക്കെയാണ് ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നത്.